പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. റെവലേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2 നാം ഇപ്രകാരം വായിക്കുന്നു: ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതാണ്. ഓരോ സഭയും പേരെടുത്ത് അവരുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ക്രമീകരിക്കേണ്ടവ എല്ലാം വ്യക്തമായി പറയുന്നു. അതെ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ മധ്യേ നടക്കുന്നവൻ കൃത്യമായി അറിഞ്ഞ് പറയുകയാണ് ഓരോ സഭയ്ക്കുമുള്ള ദൂത്. വെളിപ്പാട് 3-ാം അധ്യായം തുടങ്ങുന്നത് സർദിസിലെ സഭയുടെ ദൂതന് എഴുതുക. വളരെ വ്യക്തമായി സർദിസിലെ സഭയെക്കുറിച്ച് അറിഞ്ഞിട്ട് പറയുകയാണ്, നിനക്ക് ജീവനുണ്ട് എന്ന് പേരേ ഉള്ളൂ, പക്ഷെ നീ മരിച്ചവനാണ്. അതുകൊണ്ട് ഉണരുക, ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. താഴോട്ടുള്ള 3-4 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നു. പറയുകയാണ്, നിന്റെ പ്രവൃത്തി നിന്റെ നോട്ടത്തിൽ വളരെ ശക്തമാണ്, വലുതാണ്, ഉന്നതമാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണത ഉള്ളതായി കാണുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഈ വാക്യം അഥവാ ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നോടുള്ള, നമ്മോട് ഓരോരുത്തരോടുമുള്ള ഒരു ചൂണ്ടുപലകയാണ്, ചൂണ്ടുവിരലാണ്. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത്, ഞാൻ കേരളത്തിലെ ഏറ്റവും പാരമ്പര്യവും പ്രാധാന്യമുള്ള ഒരു സഭയുടെ അംഗം, അതിലുമുപരിയായി പേരുകേട്ട പാരമ്പര്യ കുടുംബം, വിദ്യാഭ്യാസം കൊണ്ടും ജോലി കൊണ്ടും സാമൂഹ്യ ഔന്നത്യം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന കുടുംബം, സാഹചര്യങ്ങൾ, അതിലുമുപരിയായി ഞാൻ ദീർഘവർഷങ്ങളായി സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു, കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്നു, കൺവെൻഷൻ, പ്രാർത്ഥന, ഉപവാസം, കൂട്ടായ്മകൾ, ആത്മീയ ശുശ്രൂഷകൾ, ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നു, കൃത്യമായി ദശാംശം നൽകുന്നു, പ്രാർത്ഥനയൊന്നും മുടക്കുന്നില്ല, ഒരു വിശുദ്ധ കുർബാനയും ഒരു കാരണവശാലും മുടങ്ങുന്നില്ല. എല്ലാം നമ്മുടെ കണ്ണിൽ കൃത്യമാണ്, ഒന്നിനും കുറ്റം പറയാനില്ല. പക്ഷേ ഇതാ, വളരെ വ്യക്തമായി നമ്മെ അറിയുന്ന ദൈവം പറയുന്നു, നമ്മുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ല. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് 3-4 വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നീ അറിഞ്ഞതും പ്രാപിച്ചതുമായ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ സ്വീകരിച്ച് അത് പാലിച്ച്
മാനസാന്തരപ്പെടണം. നമ്മുടെ വിചാരം സഭയുടെ കുറെ കമ്മിറ്റി ആയിട്ടും കുറെ കാര്യങ്ങളിലുമൊക്കെ ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പേരെഴുതി വെച്ചിരിക്കുന്നു, മണിക്കൂറുകണക്കിന് പ്രസംഗിക്കുന്നത് കൊണ്ട്, കൂട്ടായ്മ നടത്തുന്നത് കൊണ്ട് സകലവും തികഞ്ഞിരിക്കുന്നു. വേദോസ്തവം പറയുകയാണ്, ദൈവം മുൻപാകെ തികവുള്ളതായി കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവസാന നാളിൽ നാം ഓരോരുത്തരും ഓടിയത് വെറുതെ എന്ന് വരരുത്, വൃഥാവായി പോകരുത്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കുമ്പോൾ നാം പെർഫെക്റ്റ് ആയിരിക്കണം. ദൈവമാണ് നമ്മെ അളക്കേണ്ടത്, മനുഷ്യരുടെ മുമ്പിലല്ല നമ്മുടെ പാട്ടും പ്രസംഗവും പ്രാർത്ഥനയും വേണ്ടത്. ദൈവം അംഗീകരിക്കുന്നതായിരിക്കണം. ദൈവം നോക്കുമ്പോൾ അതെ, കുറവില്ല, പൂർണ്ണതയുണ്ട്, കൊള്ളാം, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് ഓഹരിയായി തീരണം. അതുകൊണ്ട് ഇന്ന് പകൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ഹൃദയത്തോടെ ജീവിതത്തോടെ ചേർത്ത് വെക്കാം. കുറവുകൾ, പോരായ്മകൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ചൂണ്ടിത്തരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം, സമർപ്പിക്കാം. അങ്ങനെ ഒരു പുനഃപ്രതിഷ്ഠയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരാം. തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും നോക്കുമ്പോൾ ഒട്ടും കുറവില്ലാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വേണ്ട സകല യോഗ്യതയും നേടി സന്തോഷത്തോടെ നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ആരുടെ മുമ്പിൽ എന്ത് നേടിയാലും നമ്മൾ മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും ഒക്കെ നോക്കി ജീവിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിന്റെ ഹിതം നോക്കി ജീവിപ്പാൻ ഇടയായിത്തീരണം. അല്ല എങ്കിൽ ഒടുവിൽ സർദിസിലെ സഭയുടെ ദൂതനോട് പറഞ്ഞതുപോലെ നമ്മോടും പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. അതിന് നമുക്കാർക്കും അവസരമുണ്ടാകാതെ ആ വലിയ ഓഹരിയുടെ പങ്കാളികളാകുവാൻ അനുഗ്രഹിക്കപ്പെട്ട എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്നുള്ള വിളിക്ക് യോഗ്യരാകുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ മാറി, പ്രശ്നങ്ങൾ മാറി, സന്തോഷത്തോടും സ്തോത്രത്തോടും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല ചിന്തകളിൽ നാം മുഴുകി നമ്മുടെ നിത്യതയും ദൈവത്തോട് ചേർന്നുള്ള ജീവിതവും വിസ്മരിച്ചു പോകരുത്. മാത്രമല്ല, ദൈവമുണ്ടാകെയാണ് നാം കുറവില്ലാതെ കാണേണ്ടവർ എന്നുള്ള ഉത്തമ ബോധ്യം നമ്മെ എപ്പോഴും ഭരിക്കണം. നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഒരു പിഴവ് വരാതെ നാം സസൂക്ഷ്മം സശ്രദ്ധയോടെ ഓരോ ചുവട് വെക്കുമ്പോൾ നമ്മൾ എത്തേണ്ട നിത്യഭവനത്തിലെ വഴി അടയാതെ, അത് നമ്മുടെ മുമ്പാകെ കൊട്ടിയടയ്ക്കപ്പെടാതെ തുറന്നു തന്നെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ആകയാൽ നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും വിഷമതകളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ,
ഞങ്ങൾ ഇഹലോക ജീവിതത്തിൽ ഒരു കുറവും വരാതെ ജീവിപ്പാൻ വളരെ ശ്രദ്ധിച്ച് അധ്വാനിക്കുമ്പോൾ തമ്പുരാൻ ഞങ്ങളെ നോക്കുമ്പോൾ അപ്പാ ഞങ്ങൾ കുറവുള്ളവരായി കാണുവാൻ ഇടയാവരുത്. ഞങ്ങൾ ലോകത്തിലെ കുറവ് തീർക്കുന്നതോടൊപ്പം തന്നെ ദൈവം ഞങ്ങളെ നോക്കുമ്പോൾ കുറവില്ലാത്തവരായി കാണുവാൻ വളരെ ആത്മാർത്ഥതയോടെ വചനപ്രകാരം ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ആത്മീയ മേഖല ചാകാറായി കിടക്കുന്നുവെന്ന് ഒരിക്കലും പറയുവാൻ ഇടയാകല്ലേ. ഞങ്ങൾ ആത്മീയമായി സമ്പന്നരായി തീരുവാൻ ഇതാ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് സർദിസിലെ സഭയോട് പറഞ്ഞ ദൂത് ഞങ്ങളുടെ ഹൃദയഭിത്തികളോടും സംസാരിച്ചതിനായി സ്തോത്രം. ആ വചനം ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി അവിടുന്ന് ഞങ്ങളെ നോക്കുമ്പോൾ ഒട്ടും കുറവില്ലാത്തവരായി പൂർണ്ണതയോടെ അങ്ങയുടെ സന്നിധി എത്തിച്ചേരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. അതിനിതാ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ദൈവമുമ്പാകെ കുറവില്ലാത്തതായി തീരട്ടെ. നാം മനുഷ്യരുടെ മുമ്പാകെ എല്ലാം ഉണ്ടേ എന്ന് വരുത്തി തീർക്കുവാൻ അതിശക്തമായി പരിശ്രമിക്കുമ്പോൾ ദൈവവും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുറവുകളും പോരായ്മകളും അറിയുന്നു, നമ്മോട് പലപ്പോഴായി ഉപദേശിക്കുന്നു. പക്ഷേ നമുക്ക് അത് കേൾക്കാൻ സമയമില്ല. കാരണം ഈ ലോകത്തിൽ ഒത്തിരി പേരെ തൃപ്തിപ്പെടുത്തുവാൻ നാം വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവവചനപ്രകാരം പൂർണ്ണതയുള്ളവരായി ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ വിളിയും ആഹ്വാനവും ശിരസ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.